തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ വാർഡുകളെ കാറ്റഗറികളാക്കി തിരിച്ച് ചുമതല നൽകി BJP. 5 വിഭാഗങ്ങളിലായി തിരിച്ചു പ്രവർത്തനം വ്യാപിപ്പിക്കും. ക്രിസ്ത്യൻ സ്വാധീനമുള്ള 1000-ഓളം വാർഡുകൾ പിടിക്കാൻ സാധിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 24 ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡുകളെ കാറ്റഗറികളാക്കി തിരിച്ചാണ് BJPയുടെ ബിഗ് പ്ലാൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്ത 5000 വാർഡുകൾ C1 കാറ്റഗറിയിൽ. ഈ വാർഡുകളിൽ 1 ലക്ഷം രൂപ വീതം പാർട്ടി പ്രത്യേകം നൽകും. ചുമതല MT രമേശിന്. സംഘടനാ ശക്തി കൊണ്ട് വിജയിക്കേണ്ട വാർഡുകൾ C2 കാറ്റഗറിയിൽ. ഇത്തരത്തിൽ 2000 വാർഡുകളാണ് BJP കണ്ടെത്തിയിരിക്കുന്നത്. RSSന്റെ സംഘടനാ ശക്തി കൂടി ഉപയോഗപ്പെടുത്തി ഈ വാർഡുകളിൽ വിജയിക്കുകയാണ് ലക്ഷ്യം. 2 ലക്ഷം രൂപ വീതം C2 വാർഡുകൾക്ക് അനുവദിക്കും. S സുരേഷിന് ചുമതല. കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കേണ്ട 2000 വാർഡുകളാണ് C3 കാറ്റഗറിയിൽ. താരതമ്യേന എളുപ്പത്തിൽ ഈ വാർഡുകളിൽ ജയിക്കാമെന്ന് BJP കണക്കുകൂട്ടൽ. 3 ലക്ഷം രൂപ വാർഡുകൾക്ക് പാർട്ടി നൽകും. അനൂപ് ആന്റണിക്ക് ചുമതല. ഇടതുപക്ഷത്തു നിന്നും പിടിച്ചെടുക്കേണ്ട വാർഡുകളാണ് C4 കാറ്റഗറിയിൽ. കടുത്ത പോരാട്ടമാണ് ഈ കാറ്റഗറിയിലുള്ള 1000 വാർഡുകളിൽ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. 3 ലക്ഷം രൂപ വീതം ഓരോ വാർഡിനും അനുവദിക്കും. KK അനീഷ് കുമാറിനാണ് ചുമതല. കേരളത്തിലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ പരീക്ഷണശാലയാണ് C5 കാറ്റഗറി. 1000-ഓളം ക്രിസ്ത്യൻ സ്വാധീനമുള്ള വാർഡുകൾ പിടിക്കാൻ സാധിക്കുമെന്ന് BJP പ്രതീക്ഷ. ഇത്തരം വാർഡുകളിലെ പ്രവർത്തനം രഹസ്യ സ്വഭാവത്തിലുള്ളത്. 4 ലക്ഷം രൂപ വരെ C5 കാറ്റഗറിയിലെ വാർഡുകൾക്ക് പ്രത്യേകം നൽകും. ഷോൺ ജോർജിനാണ് C5 കാറ്റഗറിയുടെ ചുമതല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിച്ചടക്കാൻ BJP പണമൊഴുക്കും. നഗരസഭാ കോർപ്പറേഷൻ ഡിവിഷനുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ 25% വർദ്ധിപ്പിക്കുകയാണ് സംസ്ഥാന BJPയുടെ ലക്ഷ്യം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.